സോ ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ക്യാമ്പ് നൗവിലാണ് ഈ ഒരു മാച്ച് ഉണ്ടായിരുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നൊരു മാച്ചാണ്, എസ്പെഷ്യലി റയൽ മാഡ്രിഡിൻ്റെ ഓഡിയൻസ്. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 5-2 എന്നുള്ളൊരു സ്കോറിന് തകർന്ന് തരിപ്പണമായത്. റയൽ മാഡ്രിഡ് അവരുടെ ആ ഒരു ഈ ഒരു സീസണിലെ ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിയാദ് മെട്രോപൊളിറ്റോയിലാണ്, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ്. പക്ഷെ അത് അവരുടെ ഹോം മാച്ചായിരുന്നു. ബാഴ്സലോണയ്ക്ക് ഇവിടെ ക്യാമ്പ് നൗവിലാണ് മാച്ച് ഉള്ളത്. ബട്ട് സ്റ്റിൽ ഓപ്പോസിറ്റുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെയാണ്. എന്താ പറയുക, അത്ലറ്റിക്കോ മാഡ്രിഡ് നല്ല തുടക്കത്തോടു കൂടി കളി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ബാഴ്സലോണ ആസ് എ ടീം നല്ല പെർഫോമൻസാണ് പുറത്ത്, നല്ല പെർഫോമൻസാണ് പുൾ ഓഫ് ചെയ്തത്. ലിറ്ററലി എന്താ പറയുക, ഒരു 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 ടീം എന്ന് പറയുമ്പോൾ പെഡ്രി, റാഫീനി അവരൊക്കെ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ബാഴ്സലോണ ടീമിൻ്റെ ആ ഒരു റിതം തന്നെ കംപ്ലീറ്റ്ലി മാറി. ഓക്കെ, അവരുടെ ആ ഒരു അഗ്രഷൻ, ആ ഒരു അറ്റാക്കിൻ്റെ ഇമ്പാക്റ്റ്, അറ്റാക്കിൻ്റെ ആ ഒരു ഷാർപ്നെസ് ചെൽസിക്കെതിരെയൊക്കെ നമ്മൾ കണ്ടു. അത് വൻ കോമഡി ആയിരുന്നു. അതൊരു പെഡ്രി ഇല്ല, റാഫീനി ഇല്ല, ഇവർ രണ്ടുപേരും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണത്. ആ ഒരു ഷാർപ്നെസ് ഇല്ലായിരുന്നു ആ അറ്റാക്കിനൊക്കെ. ചെൽസിയുടെ ഡിഫൻസിന് വളരെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട്. ആകെ ഉണ്ടായിരുന്ന ലമീൻ യമാലായിരുന്നു അന്ന്. അത് കുക്കുറല്ല, വളരെ കൃത്യമായത് ലമീൻ യമാലിനെ ഡിഫെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ ബാഴ്സലോണയ്ക്ക് പിന്നെ അറ്റാക്കില്ല. ഓക്കെ, പക്ഷേ ഇന്നത്തെ മാച്ചിൽ അങ്ങനെയല്ല. ഒന്നല്ലെങ്കിൽ ലമീൻ യമാൽ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ റാഫീനി അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ പെഡ്രി ബാക്കിൽ നിന്ന് ബോൾ കൊടുക്കും. പെഡ്രി ആ ഒരു റാഫീനെ കൊടുത്ത ബോളൊക്കെ ആ ഒരു സമയത്ത് റാഫീനെ റൈറ്റ് വിങ്ങിലാണ്, റാഫീനെ ആ സമയത്ത് കളിക്കുന്നത് ലെഫ്റ്റ് വിങ്ങറായിട്ടാണ്. ഓക്കെ, അതാണ് ആ ഒരു റൊട്ടേഷൻ, ആ ഒരു പൊസിഷനിങ്, അതൊക്കെ ചേഞ്ചിങ് വരുന്ന സമയത്ത് ബാഴ്സലോണ ടീമിൻ്റെ ആസ് എ ടീം ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ്ഫുൾ ആവുന്നുണ്ട്. ടീമിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാൻസി ഫ്ലിക്കിന് ആ ഒരു ടാക്ടിക്സ്, ആ ഒരു റൊട്ടേഷനാണെന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ എന്നാലും അത് കൊള്ളാം, നല്ല പരിപാടിയായിരുന്നു അത് എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ. സോ ബാഴ്സലോണ ക്യാമ്പ് നൗവിലാണ് മാച്ച് ഉണ്ടായിരുന്നത്. ബാഴ്സലോണ ആസ് എ ടീം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് പുൾ ഓഫ് ചെയ്ത്. ഇടയ്ക്ക് ലെവൻഡോസ്കിക്ക് ഒരു പെനാൽറ്റി കിട്ടി, പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി ലെവൻഡോസ്കിക്ക് അത് ഗോളാക്കാൻ പറ്റിയില്ല. പക്ഷേ പെനാൽറ്റിയുടെ ഒന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഓൾമോ ഒന്ന് ഗോൾ സ്കോർ ചെയ്യുന്നു, പക്ഷേ ഓൾമോക്ക് അപ്പം തന്നെ ഇഞ്ചുറി ആയി പോകുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ബാഴ്സലോണക്ക് കുറേ ചാൻസ് കിട്ടുന്നു, പക്ഷേ ലെവൻഡോസ്കിക്ക് ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, റാഫീനയ്ക്ക് ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഗോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് അൽമാഡക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. യൂലിയൻ അൽവാരസ് ഗ്രീസ്മാനൊരു നല്ല ചാൻസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അൽമാഡ് തന്നെ വേറെ ഗ്രീസ്മാനൊരു ചാൻസ് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സിമിയോണിക്ക് നല്ലൊരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവർക്ക് സെക്കൻഡ് ഹാഫിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതും 2-1 സ്കോറിന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ആ ഗോളൊക്കെ സ്കോർ ചെയ്തിരുന്നുണ്ടെങ്കിൽ 2-2 ലെവലായി ബാഴ്സലോണയുടെ കോൺഫിഡൻസ് തന്നെ കില്ല് ചെയ്യാമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന്. പക്ഷേ അവർ ഫിനിഷിങ്ങിൽ അട്ടർ ഫ്ലോപ്പായിരുന്നു കഴിഞ്ഞ മാച്ചിൽ. ഓക്കെ, എസ്പെഷ്യലി ആ ഗ്രീസ്മാനൊക്കെ കൊടുത്ത ഒരു ബോൾ ആ ചങ്ങായി എന്താണ് കാണിച്ചത്, അത് വൻ കോമഡി ആയിപ്പോയി. ഇവനായാലും സിമിയോണി ആയാലും പിന്നെ അതുപോലെ തന്നെ അൽമാഡ എല്ലാ 99 ഡ്രിബ്ലിങ്ങും 0 ഫിനിഷിംഗ് എന്ന് പറയേണ്ട അവസ്ഥയായിരുന്നു. എല്ലാവരും കട്ട് ചെയ്ത് വന്ന് ബാൾഡെ, കുബാർസി, ജെറാർഡ് മാർട്ടിൻ ഇവരെല്ലാവരും കട്ട് ചെയ്ത് വന്ന് പുറത്തേക്ക് ഒരറ്റടി. അത് ആ ടൈമൊക്കെ നമുക്ക് പറയാം എന്തായാലും അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് വെയിറ്റ് ചെയ്തിരുന്നൊരു മാച്ചാണ്. ബാഴ്സലോണ ഇറക്കി വിട്ട ലൈനപ്പ് എന്ന് പറയുന്നത് ഗോൾ കീപ്പർ യുവാൻ ഗാർസിയ, സെൻറ്റർ ബാക്കായിട്ട് കുബാർസി, പിന്നെ അതുപോലെ ജെറാർഡ് മാർട്ടിനെ സെൻറ്റർ ബാക്കായിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാച്ചിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് സംഭവം നല്ല പരിപാടിയാണ്. ആ ഒരു ലെഫ്റ്റ് ബാക്കിൽ നിന്നും ജെറാർഡ് മാർട്ടിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. കാരണം ബാക്കുകളുടെ നല്ല അഭാവമുണ്ട്. അപ്പോൾ ജെറാർഡ് മാർട്ടിൻ അവിടെ ട്രൈ ചെയ്ത് സക്സസ് ആയാൽ അത് വളരെ വലിയൊരു ഉപകാരമായിരിക്കും ഹാൻസി ഫ്ലിക്കിന്. ഓക്കെ, അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് ബാൾഡേയും ജെറാർഡ് മാർട്ടിനും ഒരുമിച്ച് ഇറങ്ങുന്നു. റൈറ്റിൽ ഇന്നത്തെ മാച്ചിൽ എനിക്ക് തോന്നുന്നു ജൂൾസ് കൂണ്ടെ തന്നെയാണോ ഇറങ്ങിയത്? കൂണ്ടെ തന്നെയാണ് ഇറങ്ങിയത് റൈറ്റ് ബാക്കായിട്ട്. പിന്നെ അതുപോലെ തന്നെ മിഡ്ഫീൽഡറായിട്ട് എറിക് ഗാർഷിയ, പിന്നെ അതുപോലെ തന്നെ പെഡ്രി, ഇവർ രണ്ടുപേരാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കെസൈഡോ അവിടെ പുറത്തുണ്ട്. ഫ്രങ്കി ഡിയോങ് എന്തോ ഫീവർ ഇഷ്യൂ ആയതുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങാത്തത്. പക്ഷേ എറിക് ഗാർഷിയാണ് ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3-4 മാച്ചസ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് എറിക് ഗാർഷിയാണ് മിഡ്ഫീൽഡറായിട്ട് ഇറങ്ങാറുള്ളത്. എറിക് ഗാർഷിയ ഇപ്പോൾ സെൻറ്റർ ബാക്കായിട്ട് കളിക്കാറുണ്ട്, റൈറ്റ് ബാക്കായിട്ട് കളിക്കാറുണ്ട്, മിഡ്ഫീൽഡറായിട്ട് കളിക്കാറുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അറ്റാക്കറായിട്ടായിരിക്കും. എറിക് ഗാർഷ്യനെ ന്യൂ ഡീൽ ബാഴ്സലോണയിൽ സൈൻ ചെയ്യാൻ പോകുന്നു. 2030 വരെ അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നത്. വാർത്തയല്ല, അത് ഓൾമോസ്റ്റ് കൺഫേം ആയതുപോലെയാണ്. 2030 വരെ ഗാർഷ്യ ബാഴ്സലോണയിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. സോ എറിക് ഗാർഷ്യയും പെഡ്രിയുമാണ് മിഡ്ഫീൽഡിങ്ങിൽ ഉണ്ടായിരുന്നത്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ഡാനി ഒൾമോയും, റൈറ്റ് വിങ്ങിൽ ലമീൻ യമാലും, ലെഫ്റ്റിൽ റാഫീനയും, സ്ട്രൈക്കറായിട്ട് റോബർട്ട് ലെവൻഡോസ്കി, ഇങ്ങനെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പുറത്ത് ലെങ്ലെറ്റും പിന്നെ അതുപോലെ തന്നെ യൂലിയൻ അൽവാരസും അങ്ങനെ കുറേ പേര്, യാന ബ്ലാക്കായി ഗോൾ കീപ്പർ, അങ്ങനത്തെ ഒരു ടീമായിട്ട്, അതായത്
കുറേ പേര് ക്യാമ്പിലോട്ട് തിരിച്ചു വരികയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കുറച്ച് പ്ലേയേഴ്സ് ലെങ്ലെറ്റ്, പിന്നെ അതുപോലെ തന്നെ ആൻറ്റോയിൻ ഗ്രീസ്മാൻ, കുറച്ച് പ്ലേയേഴ്സ് ബാഴ്സലോണയുടെ പ്ലേയേഴ്സ് ആയിരുന്നു. അവർ ബാക്ക് ടു ക്യാമ്പ് നൗ അവർക്ക് വീണ്ടും കാണാൻ പറ്റി. അവേ മാച്ചായാലും അവിടെ കളിക്കാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ലൈനപ്പ് എന്ന് പറയുന്നത്. മാച്ച് സ്റ്റാർട്ട് ചെയ്തത് റാഫീനിയുടെ ഒരു അറ്റാക്കിലൂടെയാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. റാഫീനിയക്ക് നല്ലൊരു ചാൻസ് കിട്ടുന്നു, അദ്ദേഹം ഷോട്ട് അടിക്കുന്നു, പക്ഷേ അത് ഗോളായില്ല. ഓക്കെ, പിന്നെ 18ാമത്തെ മിനിറ്റിൽ അവരുടെ റൈറ്റ് ബാക്ക് മിലാനോ ഒരു ഹൈ ബോൾ കൊടുക്കുന്നു. അവരുടെ നമ്പർ 10 അലയാൻദ്രോ ബൈനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറിന് കൊടുക്കുന്നു. അദ്ദേഹം അത് ഈസി ആയിട്ട് ബോൾ കൺട്രോൾ ചെയ്യുന്നു, നേരെ കൊണ്ടുപോകുന്നു. യുവാൻ ഗാർസിയനെ ബീറ്റണാവുന്നു, ഗോൾ അടിക്കുന്നു, സ്കോർ ആവുന്നു. റഫറി അപ്പം തന്നെ ഓഫ് സൈഡ് വിളിക്കുന്നു. പക്ഷേ വാർ ചെക്ക് ചെയ്ത സമയത്ത് അത് ഓഫ് സൈഡ് അല്ല. ഓക്കെ, നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സൈഡിൽ പിക്ക് വെക്കാം. അത് ഓഫ് സൈഡ് അല്ല, അത് ക്ലിയർ ഗോളാണ്. അങ്ങനെ 18ാമത്തെ മിനിറ്റിൽ ബയന ഒരു ഗോൾ സ്കോർ ചെയ്ത് അത്ലറ്റിക്കോ മാഡ്രിഡിനെ മുന്നിലെത്തിക്കുന്നു. ഓക്കെ, പിന്നെയാണ് ബാഴ്സലോണയുടെ കളി വരുന്നത്. അതായത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പെഡ്രിയും റാഫീനിയും ലമീൻ യമാലും നല്ല ട്രൈ നടത്തുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ മാച്ചിൽ എനിക്ക് തോന്നുന്നു ഫോർവേഡ് പൊസിഷനിൽ ആകെ ഒരു ഇച്ചിരി പെത്തറ്റിക്കായി തോന്നിയത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. റോബർട്ട് ലെവൻഡോസ്കിയായാലും ചാൻസ് കിട്ടാത്ത പ്രശ്നമല്ല. ഓക്കെ, അദ്ദേഹം അത് കൺവേർട്ട് ചെയ്യാതിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം ഹെഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഗോളാവുന്നില്ല. ഷോട്ട് അടിക്കുന്നുണ്ട്, ഗോളാവുന്നില്ല. പെനാൽറ്റി എടുക്കുന്നുണ്ട്, ഗോളാവുന്നില്ല. പെനാൽറ്റിയൊക്കെ പിന്നെ വെറുതെ, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെയാണ് 25ാമത്തെ മിനിറ്റിൽ പെഡ്രി ഒരു ബോൾ, ഒരു മാസ്റ്റർ ക്ലാസ് ബോൾ, ഒരു മറ്റേ പെഡ്രി എന്ന് പറഞ്ഞൊരു മജീഷ്യനല്ല, ആ ഒരു മാജിക്ക് നമ്മൾ കണ്ടു. ഒരു കിടിലം ബോൾ റാഫീനൊക്കെ അവർ റൈറ്റ് വിങ്ങിലോട്ട് കൊടുത്തു. റാഫീനി ആ ഒരു ബോളും കൊണ്ടുപോയി. യുവാൻ ഒബ്ലാക്ക് അവിടെ ഇങ്ങനെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി, അടിക്കുമോ അതോ കട്ട് ചെയ്യുമോ എന്നുള്ള രീതിയിൽ നിന്നു. റാഫീനി എന്ത് ചെയ്തു, നേരെ കട്ട് ചെയ്തിട്ട് നേരെ റൈറ്റ് ഫുട്ട് കൊണ്ട് അത് ഗോൾ സ്കോർ ചെയ്യുന്നു. ക്യാമ്പ് നൗവിലെ റിനോവേറ്റ് ചെയ്തതിന് ശേഷം ക്യാമ്പ് നൗവിലെ റാഫീനി ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നു. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ കഴിഞ്ഞ മാച്ചിലെ MVP റാഫീനിയാണ്. ഈ ഒരു മാച്ചിലെയും MVP റാഫീനിയാണ്. റാഫീനിയ ബാഴ്സലോണ ടീമിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. റാഫീനിയ ഫസ്റ്റ് 11 ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് റേറ്റ് ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, അതൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അതൊന്നും ലമീൻ യമാലും അതുപോലെ പെഡ്രിക്ക് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അവരൊക്കെ അടിപൊളിയാണ്. ലമീൻ യമാൽ എന്ന് പറയുന്നത് ഒരു റൈസിങ് സ്റ്റാർ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം പ്രൂവാനായിട്ടുള്ളൊരു സ്റ്റാർ തന്നെയാണ് ലമീൻ യമാൽ എന്ന് പറയുന്നത്. പെഡ്രി എന്ന് പറയുന്നത് ബാക്കിൽ മാച്ചിക്ക് കൊണ്ടുവരുന്ന, മിഡ്ഫീൽഡിൽ നിന്നും ബോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു മജീഷ്യനാണ് പെഡ്രി എന്ന് പറയുന്നത്. അതിലൊന്നും നമുക്ക് ആർക്കും തിരക്കില്ല. പക്ഷേ റാഫീനിയുടെ ടൈപ്പ് ഓഫ് വർക്ക് റേറ്റ് ഉണ്ട്, ഒരു ടൈപ്പ് ഓഫ് ഡെഡിക്കേഷൻ ഉണ്ട്. ഇതൊരു ടാലൻറ്റോ അല്ലെങ്കിൽ ഒരു ജനറേഷണൽ ടാലൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും അല്ലത്. ഇത് പ്രോപ്പർ ആ ഒരു പാഷൻ, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, അതാണ് റാഫീനയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ആ ഒരു ക്ലബിനോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ലവ്, അതാണ് റാഫീനിയ ആ ഒരു ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്യൂർലി നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് ആയാലും ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഒക്കെ റാഫീനിയുടെ നല്ല പോലെ വർക്ക് ആവുന്നുണ്ട്. കാരണം അദ്ദേഹം പ്രസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, പിന്നെ അതുപോലെ പാസ് ചെയ്യുന്ന സമയത്ത് ഓഫ് ദ ബോൾ റണ്ണായാലും അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ ലെവൻഡോസ്കിയിൽ നിന്നായിരിക്കും റാഫീനിയ പഠിച്ചിട്ടുണ്ടാവും. മേ ബി, അറിയില്ല. എന്തായാലും ടോട്ടലി അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് നല്ലപോലെ ഇമ്പാക്റ്റ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, അതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഗോൾ ബാഴ്സലോണയുടെ വന്ന സമയത്ത് റാഫീനിയ റൈറ്റ് വിങ്ങിൽ അവിടെ ഓൾറെഡി ലമീൻ യമാൽ ഉണ്ട്. റാഫീനിയുടെ തൊട്ട് ബാക്കിൽ ലമീൻ യമാൽ. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് റാഫീനിയ റൊട്ടേറ്റ് ചെയ്തതാണ്. ആൻസിഫ്ലിക്ക് കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം മേ ബി. ആ സിറ്റുവേഷൻ അനുസരിച്ച് റാഫീനിയ റൊട്ടേറ്റ് ചെയ്തു. അദ്ദേഹം റൈറ്റ് വിങ്ങിലായിരുന്നുണ്ടായിരുന്നു. പെഡ്രി അത് കണ്ടു, ആ ഒരു റണ്ണ് കണ്ടു, ക്യാച്ച് ചെയ്തു, കൊടുത്തു. റാഫീനിയ അത് പ്യുവർ ക്ലാസ്സിൽ അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ക്ലാസ് ഫ്രം പെഡ്രി ആൻഡ് റാഫീനിയ. അതാണ് നമ്മൾ കണ്ടത് 25ാമത്തെ മിനിറ്റിൽ. അത് 1-1 എന്നുള്ളൊരു സ്കോറിന് ബാഴ്സലോണ ഈക്വലൈസ് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ബാഴ്സലോണക്ക് മുന്നിലെത്തണം. ഓക്കെ, അതിനുള്ള ട്രൈ ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഫുൾ കംപ്ലീറ്റ് ബാഴ്സലോണ അറ്റാക്കുകളായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഡാനി ഓൽമ ഒരു ബോളും കൊണ്ട് പോകുന്നു. ആ ഒരു സമയത്ത് ഡാനി ഓൽമയെ ബാക്കിൽ നിന്നും ഫൗൾ ചെയ്യുന്നു. അത് ക്ലിയർ ഫൗളാണ്. ഓക്കെ, അതിൽ ഫൗളല്ല എന്നുള്ള രീതിയിലൊക്കെ പല ന്യൂസൊക്കെ കാണുന്നുണ്ട്. അത് ക്ലിയർ ഫൗളാണ്. ഓക്കെ, ക്ലിയർ ഫൗളാണ്. ടാക്കിൾ ഫ്രം ബിഹൈൻഡ് ആണ്, കോൺടാക്റ്റ് ഉണ്ട്. സോ ഡാനി ഓൽമയെ അത് ഫൗൾ വെച്ചു. അത് ഫൗളാണ്, പെനാൽറ്റിയാണ്, ഇൻസൈഡ് ഫ്രം ദ ബോക്സ് വേണം. ഓക്കെ, അത് പെനാൽറ്റി റഫറി കൊടുക്കുന്നു, അപ്പം തന്നെ കൊടുക്കുന്നു. റോബർട്ട് ലെവൻഡോസ്കി വരുന്നു. അദ്ദേഹത്തിൻ്റെ ടിപ്പിക്കൽ സ്റ്റൈൽ എടുക്കുന്നു, നേരെ പുറത്തോട്ട് അടിച്ചു വിടുന്നു. ഓക്കെ, 1-1 സ്കോറായി നിൽക്കുന്ന സമയത്താണെന്ന് നമ്മൾ ആലോചിക്കണം. ലെവൻഡോസ്കിയുടെ ലാസ്റ്റ് 2-3 പെനാൽറ്റി ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പെനാൽറ്റി റേറ്റ് ഈ ഒരു സീസണിൽ ഭയങ്കര കുറവാണ് ലെവൻഡോസ്കിയുടെ. സോ അതങ്ങനെ അവിടെ മിസ് ചെയ്യുന്നു. പിന്നെ ഒരു ലമീൻ യമാലിൻ്റെ ഒരു കിഡ്ലൻ റൈറ്റ് വിങ്ങിലൂടെ ഒരു ഡ്രിബ്ലിംഗ് ഉണ്ടായിരുന്നു, ഒരു കളി ഉണ്ടായിരുന്നു. ആ ഒരു കളി അതൊരു നല്ല ഡ്രിബ്ലിംഗ് ആയിരുന്നു ആക്ച്വലി. അദ്ദേഹം ബോൾ കൊണ്ട് നേരെ വരുന്നു, റാഫീനിയെ ഫ്രീ ആയിട്ട് കാണുന്നു, റാഫീനിയെ കിട്ടുന്നു, റാഫീനിയ ഓൺ സൈഡ് ആയിരുന്നു. റാഫീനിയ ഒരു ഒറ്റ ഷോട്ട്, പക്ഷേ അത് വൈഡായിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോയി. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെ അടിച്ചത്, പക്ഷേ റൈറ്റ് സൈഡിലൂടെ വൈഡായിട്ട് അങ്ങനെ ഗ്രൗണ്ട് ഷോട്ടായിട്ട് അത് പോയി. അത് കിട്ടിയില്ലായിരിക്കും. അങ്ങനെ
ഒരു ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു ഫസ്റ്റ് ഹാഫിലെന്ന് തോന്നുന്നു, സെക്കൻഡ് ഹാഫിലെന്ന് എനിക്കറിയാം. ജെറാർഡ് മാർട്ടിൻ സിമിയോണീനെ, അതായത് പുള്ളിയുടെ മകനെ, ഗ്രൗണ്ടിൽ കളിക്കുന്ന പുള്ളീനൊരു ഫൗൾ വെച്ചു. അത് ഫസ്റ്റ് കോണ്ടാക്റ്റ് ബോളാണ്. വൈ ഇറ്റ്സ് ഗിവൺ ദാറ്റ് ഫൗൾ? അത് യെല്ലോ കാർഡും കൊടുത്തു ജെറാർഡ് മാർട്ടിൻ. എന്തിന്? വൈ? ഫോർ വാട്ട് പേർപ്പസ് യു ഗിവൺ ദാറ്റ് യെല്ലോ കാർഡ്? യെല്ലോ കാർഡ് എന്തിനാണ് കൊടുത്തത്? ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് ബോളാണ്, ഇൻസ്ട്രക്ഷൻ കിട്ടിയില്ലേ? അറിയില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, ടു ബി ഫ്രാങ്ക്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ജെറാർഡ് മാർട്ടിൻ ടാക്കിൾ ചെയ്യുന്നത് ക്ലീൻ ടാക്കിളാണ്. ബോൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ബോഡിയിൽ കോണ്ടാക്ട് ചെയ്തത്. പക്ഷേ സ്റ്റിൽ യെല്ലോ കാർഡ് കൊടുത്തു. അങ്ങനത്തെ റഫറിങ്ങിന് ചെറിയ ചെറിയ മിസ്റ്റേക്ക്. പിന്നെ പൊതുവേ നമ്മൾ കാണുന്നതാണ് ലാലിഗയിൽ, വിഷയമുള്ള കേസൊന്നും അല്ല. പക്ഷേ അത് കണ്ടപ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്ന സമയത്ത് ഒരു 70 മിനിറ്റ് 68 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും റാഫീനിയൊക്കെ വലിച്ചിട്ടുണ്ട്. റാഫീനിയെ വലിച്ചു, ലെവൻഡോസ്കിയെ വലിച്ചു, ജമാലിനെ പിന്നെ ഒരു 80 സംതിങ് മിനിറ്റ് വരെ കളിപ്പിച്ചിട്ടുണ്ട്. സോ ഡാനി ഓൽമോൻ്റെ കൂളി ഞാൻ പറഞ്ഞില്ലല്ലോ, അത് 37ാമത്തെ മിനിറ്റിലല്ലേ? 37ാമത്തെ മിനിറ്റ് ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു കേട്ടോ അത്. പെഡ്രി ഒരു ലെവൻഡോസ്കിക്ക് ഓൽമോക്ക് തന്നെ ഒരു ബോൾ കൊടുക്കുന്നു, ഓൽമോ അത് ലെവൻഡോസ്കിക്ക് കൊടുക്കുന്നു, ലെവൻഡോസ്കി തിരിച്ച് ഓൽമോക്ക് തന്നെ കൊടുക്കുന്നു, ഓൽമോ അത് നേരെ ഷോട്ട് അടിക്കുന്നു, ഗോളാവുന്നു. അത് ഡാനി ഓൽമോ കഴിഞ്ഞ 2-3 മാച്ചസിൽ നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ് ഈ ഒരു ഗോളോട് കൂടി അദ്ദേഹത്തിന് ഇഞ്ചുറി ആയി. അതിന് ഷോൾഡർ ഇഞ്ചുറി ആയി. അദ്ദേഹം ഗോൾ അടിച്ച് കഴിഞ്ഞൊക്കെ അവിടെ കിടന്നതാണ്, പിന്നെ ഇടിച്ചിട്ടില്ല. ഫെബ്രിസിയോ റൊമാനോ ഒക്കെ പുറത്ത് വിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഡാനി ഓൽമോ 2025 ഇനി കളിക്കില്ല. നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അത് കുറച്ച് മുമ്പ് ഡാനി ഓൽമോ കുറച്ചൊന്ന് ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ മാച്ച് ഭാര്യയായിട്ടായിരുന്നല്ലേ, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അത്ലറ്റിക്കൽ ബിൽബാനുമായിട്ടോ 2 ഗോൾ സ്കോർ ചെയ്തില്ല കഴിഞ്ഞ മാച്ചിൽ. ആ ഒരു മാച്ചും പിന്നെ ഈ ഒരു മാച്ചും ഇതിലൊക്കെ ഡാനി ഓൽമോ നല്ലപോലെ ഫോം ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടോട്ടലി ഡാനി ഓൽമോ അടിപൊളിയായി വരിക.